നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവർ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്നെ വിളിച്ചായിരുന്നു. അവരിപ്പോ എത്താറായി കാണും. എടീ, സത്യം പറ, മഹിമയുടെ ആക്സിഡന്റിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ഇത് വലിയ കഷ്ടമായല്ലോ. ഈ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാ അതിനൊക്കെ ഉത്തരവാദി ഞാനാണോ? നിന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ആയതുകൊണ്ടാ നിന്നെ സംശയിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത്. നീയാണ് ഇതിന്റെ പുറകിലെങ്കില് മഞ്ജു നിന്നെ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട. എനിക്കാരെയും പേടിയില്ല. പിന്നെ അമ്മ എന്തിനാ ഇത്രയും ബഹളം ഉണ്ടാക്കുന്നേ? പറയുന്നത് കേട്ടാ തോന്നും അവൾക്ക് കാര്യമായിട്ടെന്തോ പറ്റിയെന്ന്. മുട്ടിന്റെ അവിടെ കുറച്ച് തൊലി പോയി, അത്രേ ഉള്ളൂ. അതിന് ഇത്രയും ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. മൂന്നാ, ഞാൻ വണ്ടി ഒതുക്കിയിട്ട് പോരാ. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ മോളെ? ഇല്ല, ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഈശ്വരൻ കാത്തു. എന്താ മോളെ ശരിക്കും പറ്റിയത്? എന്റെ അശ്രദ്ധ കൊണ്ട് അപകടം പറ്റിയത്. ഞാൻ കല്യാണത്തെക്കുറിച്ച് ഓരോന്നൊക്കെ ആലോചിച്ച് വണ്ടി ഓടിച്ചതാ. ആ, അത് ശരി. അപ്പൊ ഈ അപകടത്തിന് കാരണക്കാരൻ നീയാണല്ലേ? നിന്നെ കുറിച്ച് ആലോചിച്ച് വണ്ടി ഓടിച്ചപ്പോഴാ ഈ പാവം വീണത്. ഏതായാലും ഇനി കല്യാണം കഴിയുന്നവരെ സ്കൂട്ടർ ഓടിക്കലങ്ങ് നിർത്തിക്കാം. ഇങ്ങനെ സ്വപ്നം കണ്ട് ഓടിക്കാൻ തുടങ്ങിയാലേ പ്രശ്നമാവും. ആ, ചെല്ല, അകത്ത് പോയി റെസ്റ്റ് എടുത്തോ. നീ ചെല്ലടാ, ചെല്ല. മരമണ്ടിയുടെ വിചാരം അവൾക്ക് സാധാരണ ഒരു ആക്സിഡന്റ് സംഭവിച്ചെന്ന്. ഇതിനെല്ലാം പുറകില് ഞാനാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവൾക്ക് ഇല്ലാത്തത് എന്റെ ഭാഗ്യം. ഇവളൊക്കെ എങ്ങനെയാണോ മെഡിക്കൽ എൻട്രൻസ് പാസ്സായത്? നഷ്ടം. സരി 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 മപ മപ മരി സരി 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 മപ സരി 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 മപ മപ മരി സരി 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 മപ. എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന വക്കീലെ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. അതെ, ദൈവാനുഗ്രഹം കൊണ്ട് താൻ രക്ഷപ്പെട്ടു എന്ന് കരുതി നടന്ന് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റുമോ? അല്ല, ശരിക്കും തന്റെ അശ്രദ്ധ കാരണം തന്നെയാണോ അപകടം സംഭവിച്ചത്? പിന്നല്ലാതെ. ഞാനിങ്ങനെ വക്കീലിനെ കുറിച്ച് ആലോചിച്ച് വണ്ടി ഓടിക്കായിരുന്നു. പ്രേമം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഇപ്പോഴാ മനസ്സിലായത്. താനിങ്ങനെ തമാശ കളിക്കാൻ നിൽക്കില്ലേ? ഇത് ഗൗരവമുള്ള വിഷയമല്ലേ? എനിക്ക് കാര്യങ്ങൾ അത്ര ഗൗരവത്തോട് കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞതല്ലേ, ഇതൊരു സാധാരണ അപകടമാ. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും നിൽക്കണ്ട. എന്താണ്, കല്യാണത്തിന് മുമ്പേ തന്നെ രണ്ടുപേരും വഴക്ക് തുടങ്ങിയോ? വക്കീല് കാരണമാണല്ലോ എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചെന്ന് പുള്ളിക്കാരന് ഭയങ്കര കുറ്റബോധം. സത്യം പറയാലോ, നിനക്ക് ആക്സിഡന്റ് പറ്റിയെന്ന് ആദ്യം കേട്ടപ്പോ എനിക്ക് തോന്നി നിന്റെ പുറകില് സ്വപ്നയാണെന്ന്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. ഇവരോടുള്ള ദേഷ്യത്തില് ആ വണ്ടി കേടുവരുത്തിട്ടാ പോരെ. പിന്നെ ഒരു വണ്ടി കേടുവരുത്തി വെക്കാനുള്ള വിവരമൊന്നും അവക്കില്ല. നിങ്ങൾ രണ്ടുപേരും വെറുതെ കാട് കയറി ചിന്തിക്കൊന്നും വേണ്ട. ഗിരിയേട്ടൻ പറഞ്ഞതുപോലെ ഈ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും വക്കീലിനാ. ഇനി മുകുന്ദനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ ശീലിച്ചോ. ആദ്യം തന്നെ ഈ വക്കീലേന്നുള്ള വിളി നിർത്തി ഏട്ടാന്ന് വിളിച്ചു തുടങ്ങിക്കോ. ഇനി അങ്ങോട്ട് കൂട്ടുകാരെ പോലെ പരസ്പരം കാണാന്ന് കരുതണ്ട.
ഇതേ നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളാ. കുറച്ചുകൂടി ബഹുമാനം കൊടുത്തോ. ഭർത്താവായി കഴിഞ്ഞാ മുകുന്ദൻ ഈ കാണുന്ന കളിയും ചിരിയൊന്നും ഉണ്ടാവില്ല. നിന്നെ വരച്ച വരയിൽ നിർത്തും. നോയിക്കോ. ദാ പ്രോട്ടീൻ പൗഡർ കലക്കിയ പാലാ, കുടിക്ക്. എന്തെങ്കിലും നോക്കുന്നു? എന്നെ വരച്ച വരിയിൽ നിർത്താൻ പോകുന്ന ആളെ നന്നായിട്ടൊന്നും നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. കല്യാണം കഴിഞ്ഞാ ഞാൻ വക്കീലേന്ന് വിളിച്ചാ ബുദ്ധിമുട്ടാവും അല്ലേ? എടോ മഞ്ജു വെറുതെ തമാശ പറഞ്ഞല്ലേ. ആണോ? ആ എങ്കിൽ കുഴപ്പമില്ല. എനിക്ക് നമ്മൾ തമ്മിൽ ഇപ്പൊ പെരുമാറുന്ന രീതി തന്നെ കല്യാണം കഴിഞ്ഞാലും തുടരാനാ താല്പര്യം. എനിക്കും അതെ. എടോ നമ്മള് സുഹൃത്തുക്കളെ പോലെ പരസ്പരം പെരുമാറി തന്നെ ഇഷ്ടത്തിലായത്. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞും അങ്ങനെ തുടരുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എടോ അല്ലെങ്കിൽ എനിക്ക് ആരെയും വരച്ചവരിൽ നിർത്താനുള്ള കഴിവൊന്നുമില്ല. അത് പിന്നെ എനിക്കറിയില്ലേ. ഭാര്യയൊക്കെ ഞാൻ വരച്ചോളാം. വക്കീല് നിന്ന് തന്നാ മതി. അപ്പൊ എന്റെ കാര്യത്തിൽ തീരുമാനമായി. ദൈവമേ കാത്തോ. ഹലോ, ഞാൻ താൻ റെസ്റ്റ് എടുക്കടോ. ഞാൻ ഇറക്കട്ടെ. മുകുന്ദ, അവൾക്ക് ആക്സിഡന്റ് പറ്റിയപ്പോഴേക്കും നീ ആകെ പതറിപ്പോയല്ലോ. ആത്മാർത്ഥ പ്രണയം എന്ന് പറഞ്ഞ ഇങ്ങനെ ഇരിക്കുമല്ലേ? അത് നീ കണ്ണിറയെ കണ്ടോ. അത് കാണാനുള്ള യോഗം മാത്രമേ നിനക്കുണ്ടാവൂ. സഞ്ജുവിന്റെ അടുത്തുനിന്നും ഇങ്ങനൊരു സ്നേഹം നീ ഒരിക്കലും പ്രതീക്ഷിക്കേ വേണ്ട. അതിന് അവന്റെ അടുത്തൊന്നും ഞാൻ സ്നേഹം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഞാൻ പ്രതീക്ഷിക്കുന്നത് അവന്റെ കാശ് മാത്രോ. അത് അവന്റെ അടുത്ത് ആവശ്യത്തിനധികം ഉണ്ട്. നിന്നോടൊന്നും ഞാൻ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു. നിനക്ക് എന്തിനും ഏതിനും വിലയിട്ട് സംസാരിക്കാനുള്ള ശീലമായല്ലോ. നല്ലൊരു തുക കിട്ടുകയാണെങ്കിലേ സ്വന്തം അമ്മയെ കൊല്ലാൻ പോലെയുള്ള മടിക്കില്ല. നീ എന്തിനാ ചൂടാവുന്നേ? ഇതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്താൽ മതി.